സോ അപ്പൊ ഹാരിസിന്റെ ജേണി എനിക്കിപ്പോ മനസ്സിലായത്, യു ആൾസോ സ്റ്റാർട്ടഡ് ആസ് പേഴ്സണൽ ബ്രാൻഡിങ്. ഒരു ക്ലയന്റിനെ കിട്ടി, ആ ക്ലയന്റിന്റെ സാധനം ഡോക്യുമെന്റ് ചെയ്തു അല്ലേ? ആണ്. അതിന്റെ മുകളിൽ വീണ്ടും വീണ്ടും ക്ലയന്റ് കിട്ടി. ഇപ്പൊ ഞാൻ ആരെ കണ്ടു കഴിഞ്ഞാല് ഞാൻ പറയല്, സ്റ്റാർട്ട് ഷെയറിങ് വാട്ട് യു നോ വിത്ത് ദ വേൾഡ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ, ഇപ്പം ലോകത്ത് എല്ലാവർക്കും പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്. യു കൻ നോട്ട് ഡെനി ദ ഫാക്ട് ദാറ്റ് യു ഡു നോട്ട് ഹാവ് എ പേഴ്സണൽ ബ്രാൻഡ്. ബട്ട് വാട്ട് ഹാപ്പൻസ്, ഫോർ എക്സാമ്പിൾ, ഇഫ് ഞാൻ റാഷിദിന്റെ ഫ്രണ്ട്സിനോട് റാഷിദ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലിനോട്, നമ്മള് ഫാമിലി ഒക്കെ പറയുന്നില്ല ഓന് പഠിക്കലുമില്ല, അതുമില്ല ഇതുമില്ല, ഓന് എപ്പോഴും ഫോണിൽ കുത്തി കൊടുക്കാം. ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇവിടെ പറയുന്നുണ്ടല്ലോ. അത് നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ്, പബ്ലിക്കായിട്ട് ചെയ്ത ആക്ടിവിറ്റീസ് എന്നാണല്ലോ നമ്മൾ അങ്ങനെ ഒരു ഈ ആള് ഇന്നതാണ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ, ദാറ്റ് ഈസ് ഹാപ്പൻ ബിക്കോസ് വി ബിൽഡ് സംതിങ് ഔട്ട് ഓഫ് അവർ ഏരിയ, റൈറ്റ്? നൗ പീപ്പിൾ ഹൂം യു നോ, നിങ്ങളെ ഇടയിലുള്ള ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അറിയാത്ത ആൾക്കാരത്ത് നിങ്ങളെ പ്രൊഫഷണലി വെച്ചിട്ട് ആ ഒരു കാര്യം ചെയ്യാന്നുള്ളതാണ്. അതായത് നാളെ അവര് ഓൻ നേടാണ്, ഓൻ ഇതാണ്, ഓൻ അങ്ങനെയാണ്, ഫോൺ ഡേൽക്കും അങ്ങനെ പറയുന്നേക്കാളും ഓൻ ഇന്ന ആളാണ്, ഓൻ ഇന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിക്കലുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അവരെ മുമ്പിൽ ഒരു 20 ദിവസം ആ കണ്ടന്റ് സംസാരിച്ചാൽ മതി. ബിൽഡ് ദ നരേറ്റീവ് you want them to say about you. Exactly. അത് സംസാരിക്കാൻ തുടങ്ങലാണ് the easiest form of personal branding. Apart from you need to post at this time, you need to have a hook, you need to have a CTA. These are all decorations. Nothing matters. These are all decorations, but it's always documenting the journey is what excites me a lot, and I am into. And as long as I do that, I'm happy. If I'm not able to grow in big numbers also, yeah, that's a thing. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏത് സ്റ്റേജില്ല, ഇഫ് യു ആർ ഗോയിങ് ഫ്രം 0 to 1 or 1 to 10 or even 10 to 100, പേഴ്സണൽ ബ്രാൻഡിങ് വർക്ക്സ്. നിങ്ങൾ വെബ്സൈറ്റ് പോലും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് അങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, you don't actually have to start with an e-commerce website right away. Build your personal brand, build what you know, tell to the world. അത് വെച്ചിട്ട് നിങ്ങൾക്കൊരു ഫോളോവർ ബേസ് ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലീഡ്സ് വരും. യു വിൽ സ്റ്റാർട്ട് ജനറേറ്റിംഗ് സം കൈൻഡ് ഓഫ് റവന്യൂ, ബി ഇറ്റ് ഓൺ വാട്സ്ആപ്പ്, ബി ഇറ്റ് ഓൺ ഇൻസ്റ്റാഗ്രാം, ഓർ ബി ഇറ്റ് ഓൺ എനി അതർ ചാനൽ. ആ റവന്യൂ വെച്ചിട്ട് നിങ്ങൾ അടുത്ത സാധനം ചെയ്താൽ മതി. സോ റവന്യൂ, ഞാൻ മനസ്സിലാക്കിയൊരു സാധനമുണ്ട്, റവന്യൂ ഫസ്റ്റ് അല്ലേ? റവന്യൂ ഫസ്റ്റ് മോഡൽ അപ്രോച്ച്. ആദ്യം റവന്യൂ ഉണ്ടാക്കിയോ, ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് കോൺഫിഡൻസ് ലെവൽ അല്ലേ? കോൺഫിഡൻസ് കിട്ടി, ഹൈ പേഴ്സണൽ ബ്രാൻഡ് ചെയ്തപ്പോൾ എനിക്ക് റവന്യൂ കിട്ടിയല്ലോ. ആ റവന്യൂ വെച്ചിട്ട് പിന്നെ ദെൻ ഈവൺ ഇഫ് യു ആർ എ കമ്പനി വിത്ത് നോ ഫണ്ട്സ് ഓർ ലാർജ് ഫണ്ട്സ്, എന്താണെങ്കിലും പ്രശ്നം തീർന്നില്ലേ? യു ഹാവ് ദ കോൺഫിഡൻസ് ടു സ്റ്റാർട്ട് going out and spending more. So that is how personal brand work. Okay, now let's come to e-commerce. Shopify, Magento, WooCommerce, BigCommerce, PrestaShop. There is innumerable number of websites. Tell me, where should I start as an e-commerce store owner? Okay, so I'll give you exact blueprint of taking your store from 1 to 10 or 10 to 20 lakhs. Okay. So I'll give you exact formula of my understanding of how to take from 0 to 15-20 lakhs. 0 to 1. 0 to 1 പറഞ്ഞാൽ വേറെ രീതിയിലാണ്. 0 to 15-20 lakhs. So ഇനീഷ്യലി ഈ സ്ക്രാച്ച് എന്ന് വരുന്ന അല്ലെങ്കിൽ ഒരുപാട് ഫണ്ടഡ് അല്ലാത്ത പിന്നെ ഇ-കൊമേഴ്സ് സ്റ്റോഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിനാട്ടോ ഇത്. So initially, the easiest way to get into the market is build a personal brand because it costs nothing. You have to start speaking. Okay. It costs your time, but നിങ്ങളെ ടൈമിന്, unless you are a very accomplished entrepreneur, your time doesn't have any value. അപ്പം നന്നായിട്ട് പിന്നെ എന്താ അത് ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന റീൽസ് യു നീഡ് ടു സ്റ്റാർട്ട് പുഷിങ്. ഓക്കെ, സോ ദിസ് ഈസ് വൺ വേ where if you start getting enquiries from that reel, then your idea is validated and you are able to sell. Congrats, your first order is there. അടിപൊളി.
But there will be founders who do not want to do it. I insist everybody to do this. It's much easier. അതെ. But there will be founders who do not want to do it. In that case, all you have to have is ഒരു വാട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ട്, കാറ്റലോഗ്സ് ഫില്ല് ചെയ്യാം, ഒരു ഫേസ്ബുക്ക് ആഡ് എക്സ്പേർട്ട് ഫ്രീലാൻസർ ആയിട്ട് ഒരാളെ എടുക്കാം, കീപ് അസൈഡ് സം 20,000 30,000 rupees ഫോർ ആഡ്സ്. ദിസ് ഈസ് ദ കോസ്റ്റ്ലിയർ വേ അല്ലേ? കോസ്റ്റ്ലി. ഓക്കെ. അതില് ഒരു ആഡ് ക്രിയേറ്റീവ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വാട്സപ്പിലേക്ക് ആഡ് റൺ ചെയ്യാം. ആഡ് റൺ ചെയ്യുമ്പോൾ കുറച്ച് എൻക്വയറീസ് വരും. എൻക്വയറീസ് വരുന്നെങ്കിൽ അഗെയിൻ വാലിഡേറ്റഡ് ആയി അവിടെ നിന്ന് യു സ്റ്റാർട്ട് ടോക്കിംഗ് ടു യുവർ കസ്റ്റമേഴ്സ്. ഇമ്മീഡിയറ്റ്ലി വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോണ്ട. യു ഹാവ് ടു ടോക്ക് ടു മിനിമം ഓഫ് 50 to 100 customers and convert some 1 or 2. That's enough. Okay. So if you are able to convert, again congrats, you've made your first sale. By talking to this 100 people now, give you a lot of clarity on what type of question you need to answer in your website. Correct. What are the pain points which people are facing? What are the FAQs you need to put? എന്താണ് your A+ content should be in the website? What should be the title? Okay, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ബ്ലൂ ടൈഗാല് we were trying to sell one particular jogger. We have done every way possible. കാര്യങ്ങൾ നടന്നിട്ടില്ല. എന്തൊക്കെയോ ചെയ്തു. ബ്ലാക്ക് അത്ലീഷർ ജോഗർ എന്നായിരുന്നു പണ്ട് അതിന്റെ പേര്. പല കാര്യങ്ങളും ചെയ്തു. ഇത് റെഡി ആവുന്നില്ല. ഇതിന്റെ അപ്പുറത്തേന് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ള ക്വസ്റ്റ്യൻ. റിവ്യൂസ് ഉണ്ട്, CRO ചെയ്തു, എല്ലാ സംഭവം ചെയ്തു. അവസാനമായിട്ട് ഞങ്ങൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. ചിലപ്പോ ഈ ബ്ലാക്ക് അത്ലീഷർ ആൾക്കാർക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കോ, വർക്ക് ഫ്രം ഹോം ജോഗർ ബ്ലാക്ക് കളർ ടൈറ്റിൽ മാറ്റി. ഇറ്റ് സ്റ്റാർട്ടഡ് സെല്ലിംഗ്. See, product ക്വാളിറ്റിയോ പ്രൊഡക്റ്റോ ലാൻഡിംഗ് പേജോ ഒന്നുമില്ല, ടൈറ്റിലായിരുന്നു അവിടെ പ്രശ്നം. So it's the minute of the minute things, right? So ഈ കാര്യങ്ങളൊക്കെ if you start talking with your customers, no, they will give you your next product idea. Correct. They will improve your quality. They will give you every idea that's possible. I mean, എന്തൊക്കെ വേണമെന്നോ. Based on that input, don't go for Magento. I'll give you a reason why you shouldn't go for Magento. Better reason. As a founder, when you start with, okay, you can either work a lot in marketing or you can work behind modifying your website. Tech.